ഹായ്. നിങ്ങൾക്ക് ഒരു സന്തോഷം വരാണ് അല്ലെങ്കിൽ ഒരു സങ്കടമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ പ്രകടിപ്പിക്കാം? പലരും പല രീതിയിലായിരിക്കും അല്ലേ? ദേഷ്യമാണെന്നുണ്ടെങ്കിലോ ചില ആളുകൾ എന്ത് ചെയ്യും? ഉറക്ക ഷൗട്ട് ചെയ്യും, കയ്യിൽ കിട്ടുന്നതൊക്കെ എറിഞ്ഞുടയ്ക്കും അല്ലേ? ഒരു കൺട്രോൾ ഇല്ലാതെ അല്ലേ നമ്മുടെ വികാരത്തിന് നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. പലരുടെയും മനസ്സെന്ന് പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരു കൺട്രോൾഡ് അല്ലാതെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലാണോ പോകേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിന്റെ കൺട്രോളിലാണോ പോകേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് മാറുന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യമുള്ള ഒരു കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് അതിനെ അലറി വിളിച്ച് നമ്മുടെ ഇമോഷൻ പുറത്തേക്ക് വിടുമോ? ഇല്ല അല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യും? ബുദ്ധിപൂർവ്വം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് സങ്കടം വരികയാണെന്നുണ്ടെങ്കിലും സന്തോഷം വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു ടൈമും കഴിഞ്ഞു പോകും അല്ലേ? നമുക്ക് അടുത്തൊരു ടൈമിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇമോഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാണ് ഓവറായിട്ട് എന്തൊരു കാര്യത്തിനെയും എന്തൊരു ഇമോഷനെയും നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ സന്തോഷമാണെന്നുണ്ടെങ്കിൽ സങ്കടവും നമ്മൾക്ക് വരും അല്ലേ? സങ്കടമാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു സന്തോഷം നമുക്ക് വരും. അപ്പം അത്തരത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു നല്ലൊരു ഇമോഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ചീത്ത ഇമോഷൻസും നമ്മൾക്ക് ലൈഫിൽ കടന്നു പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള നമ്മൾ എക്സൈറ്റ്മെന്റ് ആവാതിരിക്കുക, ഓവറായിട്ട് ഇമോഷൻ അടിപ്പെടാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എങ്കിലോ നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്കത് സാധിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ, അവരുടെ വികാരത്തിനെ മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത് എപ്പോഴാണ്? അവരുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. ഒരിക്കലും അല്ലാതെ നമ്മൾക്ക് എന്താണ് അവരെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ അപ്പോഴുണ്ടാകുന്ന വികാരത്തിനെ മാനിക്കാനോ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വിജയിക്കേണ്ട ഒരാളാണെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ എതിരെ നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാനും അവരെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അവരുടെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വികാരത്തിനെ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാന്തമായിട്ടുള്ള ഒരു ലൈഫും നമുക്ക് ഉണ്ടായിരിക്കും. എന്തൊരു കാര്യത്തിനും അല്ലെങ്കിൽ എന്തൊരു വിഷമോ ദേഷ്യമോ സങ്കടമോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരൊറ്റ തവണ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ നമ്മുടെ ഇമോഷൻ അല്ലേ, ഇപ്പോൾ ഒരു സങ്കടമാണെന്നുണ്ടെങ്കിൽ ഉറക്കെ നിലവിളിക്കുന്നതിന് മുൻപ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലേ, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരവസ്ഥ നമുക്ക് വരാനിരിക്കുന്നു എന്നത്. അപ്പം അത്തരത്തിൽ ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കാര്യവും നിങ്ങളുടെ വിജയത്തിന് നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വികാരങ്ങളെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക.